ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ സന്ദർശിച്ചവരും യേശു സന്ദർശിച്ചവരും ആയവരെക്കുറിച്ചുള്ള പഠനമാണ് ഈ വീഡിയോയിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യേശുവിനെ സന്ദർശിച്ച ഹെരോദാവിൻ്റെ കാര്യവിചാരകനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 46 മുതൽ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കപർന്നൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്നവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരയണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറിയെന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2ാമത്തെ അടയാളമായിട്ട് ചെയ്തു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനെ ഇതുവരെ അനുഗമിച്ചവരൊക്കെ ഗലീലക്കടലിലെ മീൻപിടുത്തക്കാരായ സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകളായിരുന്നു. എന്നാലിപ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസം വരികയാണ്. ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം. അതിനുള്ള മുഖാന്തരം അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് കഠിനമായ അസുഖം ബാധിച്ചു. പണമുണ്ട്, വൈദ്യന്മാരെ പരിചയമുണ്ട്, തീർച്ചയായിട്ടും ചെയ്യാവുന്നതൊക്കെ അദ്ദേഹം ചെയ്തു കാണും. പക്ഷെ ഒരു ഫലവുമില്ല. അപ്പോഴാണ് അദ്ദേഹം കേൾക്കുന്നത്, കാനാവിൽ ഒരു കല്യാണത്തിൽ യേശു വരികയും അവർക്കില്ലാതിരുന്ന വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതിനാൽ അവരുടെ നാണക്കേട് മാറി. ആ വീട്ടിലെ മകൻ്റെ കല്യാണത്തിൽ അവന് വലിയ മാന്യതയുണ്ടായി. ഈ രാജഭൃത്യൻ വിശ്വസിച്ചു, എൻ്റെ മകൻ്റെ കാര്യത്തിലും അത്ഭുതം ചെയ്യാൻ യേശുവിന് കഴിയും. അദ്ദേഹം യേശുവിനെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഈ കപർന്നഹൂം ഒരു കടൽ തീര പട്ടണമാണ്. കാനായും നസറത്തുമൊക്കെ മലയിലെ പട്ടണങ്ങളാണ്. ഈ കപർന്നഹൂമിൽ നിന്ന് കാനാ വരെ വരണമെങ്കിൽ 1 ദിവസത്തെ വഴിദൂരമുണ്ട്. മല കയറി വരണം. അദ്ദേഹത്തിന് തയ്യാറായി. യേശു കാനാവിലെ കല്യാണ വീട്ടിൽ, വെള്ളം വീഞ്ഞാക്കിയ വീട്ടിൽ അവരുമായിട്ട് സുഹൃത്ബന്ധം ഉള്ളതുകൊണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇനി എന്നാണ് വരുന്നതെന്ന് അദ്ദേഹം അന്വേഷിച്ചു. ആ ദിവസം നോക്കി അദ്ദേഹം വന്നു. കൃത്യം യേശു വാക്കുപാലിച്ച് അവിടെ വന്നിരുന്നു. അദ്ദേഹം വന്നു പറഞ്ഞു, എൻ്റെ മകന് രോഗം കഠിനമായിരിക്കുന്നു, അങ്ങ് വന്ന് സൗഖ്യം തരണം. അപ്പോൾ യേശു പറയാണ്, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല. അത് യഹൂദൻ്റെ ഒരു സ്വഭാവമാണ്. യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു എന്ന് വാക്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവേ, അത്ഭുതം ഒന്നും കാണാനല്ല, എൻ്റെ പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം നിർബന്ധിച്ചില്ല, അങ്ങ് എൻ്റെ കൂടെ വരണം എന്ന് നിർബന്ധിച്ചില്ല. കാരണം കാനാവിലെ വീട്ടിലെ കാര്യം അദ്ദേഹം കേട്ടിട്ടുണ്ട്. വീഞ്ഞില്ല എന്നറിയിച്ചു. യേശു പറഞ്ഞു, വെള്ളം കോരുക. അപ്പോൾ 6 കൽപ്പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ വെള്ളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴി കൊടുക്കുക. അവർ അക്ഷരം മറുചോദ്യം ചോദിക്കാതെ വിരുന്നുവാഴി കൊടുത്തു.
വിരുന്നുവാഴി രുചി നോക്കിയപ്പോൾ മനോഹരമായ വീഞ്ഞ്. ഈ രാജഭൃത്യൻ ഒരക്ഷരവും യേശുവിനോട് പറയാതെ തിരിച്ചു നടക്കാൻ തയ്യാറായി. ഒരു ദിവസം വേണം അദ്ദേഹത്തിന് തൻ്റെ വീട്ടിൽ ചെല്ലാൻ. അദ്ദേഹം പകുതി വഴിയായപ്പോൾ തൻ്റെ ദാസന്മാർ വന്നു പറഞ്ഞു, മകന് സൗഖ്യമായി. അദ്ദേഹം ചോദിച്ചു, എപ്പോഴാണ് സൗഖ്യമായത്? ഇന്നലെ 7 മണിക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നലെ 7 മണിക്കാണ് യേശു പറഞ്ഞത് നിന്റെ മകന് സൗഖ്യമായിരിക്കുന്നു എന്ന്. അദ്ദേഹം ആവശ്യപ്പെട്ടത് എൻ്റെ കൂടെ യേശു വന്നിട്ട് നാളെ എൻ്റെ മകന് സൗഖ്യം തരണമെന്നാണ്, പിറ്റേന്ന് സൗഖ്യം തരണമെന്നാണ്. പക്ഷേ യേശു തലേന്ന് തന്നെ സൗഖ്യം നൽകും. അതാണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിവുള്ളവന് എന്ന് ഉള്ള വാക്യത്തിൻ്റെ അർത്ഥം. എന്തായാലും നാം വായിച്ചത് അവനും കുടുംബവും അതിനാൽ കർത്താവിൽ വിശ്വസിച്ചു എന്നാണ്. ഈ രാജഭൃത്യൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളുടെ പേര് ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ എന്നാണ്. അപ്പോൾ ഇത് ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസ ആയിരിക്കാം യേശുവിൻ്റെ അടുക്കൽ വന്നതെന്നാണ്. മാത്രവുമല്ല, അദ്ദേഹം യെരുശലേമിൽ അദ്ദേഹം ഹെരോദാവിൻ്റെ ആസ്ഥാനത്താണ് ജോലി ചെയ്യുന്നത്. കഫർനഹൂമിൽ തനിക്കുണ്ടായിരുന്ന വീട് യേശുവിന് ശിഷ്യന്മാർക്കും താമസിക്കാൻ കൊടുത്തു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിൻ്റെ കാരണം ഈ കഫർനഹൂമിലെ ഒരു വീട്ടിൽ യേശു ആയിരുന്ന സമയത്ത് ഒരു പക്ഷപാത രോഗിക്ക് സൗഖ്യം നൽകി. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുന്നത് യേശു സ്വന്തം പട്ടണത്തിൽ വന്നു എന്നാണ്. അപ്പോൾ കഫർനഹൂമിനെ യേശു സ്വന്തം പട്ടണം എന്നാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം യേശു കഫർനഹൂമിലാണ് പിന്നീട് താമസിച്ചിരുന്നത്. ഈ രാജഭൃത്യൻ്റെ വീട് യേശുവിന് താമസിക്കാൻ നൽകി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രാജഭൃത്യൻ്റെ മകനെക്കുറിച്ചൊരു പരാമർശനം അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. അന്ത്യോക്യയിലെ സഭയിൽ 5 ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നതിൽ ഒന്ന് ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ ആയിരുന്നു എന്നാണ്. ബർന്നബാസ്, പൗലൂസ്, നീഗർ, അതുപോലെ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ, ഹെരോദാവോട് കൂടെ ബാല്യകാലം കഴിച്ച മനായേൻ. അപ്പൊ ഈ മനായേൻ ഈ കൂസയുടെ മകനാണ് എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അത് ശരിയാണെങ്കിൽ കൂസയും ഭാര്യയും മകനും കർത്താവിനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും തയ്യാറായി അവരുടെ വീടും ദൈവവേലയ്ക്ക് നൽകുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കൈക്കൊള്ളുന്ന ആളുകൾ അവരുടെ സൗകര്യങ്ങൾ, സാധ്യതകൾ കർത്താവിനായി സമർപ്പിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഹെരോദാവിൻ്റെ കാര്യവിചാരകൻ ചെയ്തത് ഒരു ചലഞ്ചായിട്ട് നമുക്കെടുക്കാം. നമുക്ക് മാതൃകയാകട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.